പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയുന്നത് ഒരു എല്ലാവരും അറിയത്തക്ക രീതിയിലുള്ള ഒരു കാര്യമാണ്. ഞാൻ താമസിക്കുന്നത് തിരുവല്ലയിലെ നെടുമ്പനം ഗ്രാമപഞ്ചായത്തിലാണ്. അവിടുത്തെ ഒരു പണ്ടൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ മീറ്റർ വെക്കുമല്ലോ, ഒരു പലക അടിച്ചൊരു മീറ്റർ വെക്കുമായിരുന്നു. അതൊക്കെ പിന്നെ പുതിയ പുതിയ വീടുകളൊക്കെ വന്നപ്പോഴത്തേനും അത് ആധുനികവൽക്കരിച്ചൊക്കെ അത്, പക്ഷേ അതിനൊന്നും സാധിക്കാത്ത ഒരു അമ്മയും മോനും കൂടെ താമസിക്കുന്ന ഒരു വീട്ടിൽ ഒരു പഴയ വീട് ഓടൊക്കെ പോയി ആ ഒരു വീട്ടിൽ ഡെയിലി അവർ ജോലിക്ക് പോകുന്നതാണ്. എന്നിട്ട് ആ കറണ്ട് ഇന്നലെ 6 മണിക്ക് കറണ്ട് പോയത്. അവിടുത്തെ 6 മണിക്ക് കറണ്ട് പോയി. വൈകിട്ട് ഇലക്ട്രിസിറ്റി ബോർഡുകാർ വന്നു. അവരോട് വിളിച്ചപ്പം അവർ വന്നിട്ട് അവരെ നോക്കിയിട്ട് പറഞ്ഞു, ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ഇത് എല്ലാം റെഡിയാക്ക്, എന്നിട്ട് വന്ന് ഞങ്ങൾ കണക്ഷൻ തരാം എന്ന് പറഞ്ഞിട്ട് അവർ പോയി. എന്നിട്ട് ഈ വീട്ടമ്മ എൻ്റെ അറിവിൽ, കാര്യം എൻ്റെ വീട്ടിൽ ഈയിടെ ഒരു ചെറിയ പണിയൊക്കെ കടന്നു. അപ്പോഴേ ഇലക്ട്രീഷ്യന്മാരും വല്ലതും ഉണ്ടോയെന്ന് അറിയാനായിട്ടാണ് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തത്. അപ്പം ഈ വീട്ടമ്മ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ പലരെയും ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ 26 മണിക്കൂറായി, 26-27 മണിക്കൂറായി, ഇതുവരെ ഒരു ഇലക്ട്രീഷ്യനെ അവർക്ക് കിട്ടിയില്ല ഇതൊന്ന് ശരിയാക്കി കൊടുക്കാനായിട്ട്. ഇതുപോലെയാണ് നമ്മുടെ നാട്. ഒരാവശ്യത്തിന് വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറയും, ഒരാവശ്യത്തിന് ഒരാളെ കിട്ടത്തില്ല. അവരവരുടെ പൈസ വേണേൽ കൊടുക്കും, പക്ഷേ അവരുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്തു കൊടുക്കേണ്ട ഒരു കടമ എല്ലാവർക്കും ഉണ്ട്. പഞ്ചായത്ത് മെമ്പറെ ഞാൻ കുറ്റം പറയല്ല, പക്ഷേ പഞ്ചായത്ത് മെമ്പർ ഇത് അറിഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കി കൊടുക്കണമായിരുന്നു. അപ്പം ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവർക്കും ഇത് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിനകത്താണ് താല്പര്യം കാണിക്കേണ്ടത്. കാര്യം മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന അവർക്ക് മറ്റുള്ള സോഴ്സുകളില്ല. ചിലപ്പോൾ ഒരു പൈസയൊക്കെ ഉള്ളൊരു പാർട്ടി ആയിരിക്കും, ചിലപ്പോൾ എളുപ്പം വിളിച്ചു കഴിഞ്ഞാൽ വരുമായിരിക്കും. പക്ഷേ ഈ കുട്ടി വിളിച്ചപ്പം, ഈ വീട്ടമ്മ വിളിച്ചപ്പം പല ഇലക്ട്രീഷ്യന്മാരെ വിളിച്ചു, പക്ഷേ അവരാരും ചെന്നില്ല. ഇവിടെ നമുക്ക് ജോലി ഇല്ലെന്നാണ് പറഞ്ഞ്, ഇവിടെ ജോലിക്ക് ആളിനെ കിട്ടാനില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.